ഊട്ടിയാണ് കാണുന്നത്. ഊട്ടി ഹിൽസ് ആണ്. ഇവിടെ ദാണ്ട് ഈ മെയിൻ റോഡ്. ഇതായിരുന്നു നമ്മൾ വന്ന ബസ് എന്ന് പറയുന്നത്. 33 രൂപയൊക്കെയാണ് ചായക്ക് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. മേ ബി ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ആദ്യം കണ്ട വിഷ്വൽസിൻ്റെ കൂട്ടം നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോവാണ്. ഇറങ്ങുമല്ല, ഊട്ടി. അപ്പം സമയം എന്താണ്ട് 3:45 വെളുപ്പിന്. അപ്പം നമ്മളപ്പോൾ ഇങ്ങനെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ എന്താണ്ട് ഷേർഷയൊക്കെ ഇവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാനും ഇവിടെ പോകാനുള്ള ഏതാണ്ട് ഇവിടെ ആശിനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അങ്ങനെ ലോങ് ദൂരത്തിലുള്ള അടിച്ചു പൊളിക്കാം. Come on guys. അതെ ഗൈസ്, 3 days ഉള്ളൊരു IV ആണ്. അതെ എത്തിക്കേട്ടെ. എന്തേലും പറയാനുണ്ടോ? ഗൈസ്, അപ്പം എല്ലാവരും എണ്ണീറ്റൊക്കെ വരത്തേ ഉള്ളൂ. ഞാനും ഇവിടെ എണ്ണീറ്റ് ഇപ്പം ഓൾറെഡി ഇപ്പം സെറ്റായി ഇരിക്കുവാണ്. എൻ്റെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം സമയം എന്താണ്ട് വെളുപ്പാങ്കാലത്ത് 3:45 4 മണിക്ക് അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളിപ്പം ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇതിപ്പോൾ റൂമൊക്കെ ലോക്ക് ചെയ്യണം. 3 ദിവസമാണ് ഈ ട്രിപ്പ്. അപ്പം അങ്ങനെ ഇപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ബസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഗൈസ്, നമ്മുടെ ബസ് കണ്ട് വന്നിരിക്കുകയാണ്. ഇനി ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പം ഇങ്ങനെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവനീ ഷെയർഷയും കൂടെ വരാനുണ്ട്. അപ്പം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഓരോരോ സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ. നമ്മളങ്ങനെ കുതിര കടന്നിരിക്കുകയാണ്. ഇല്ല ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരായി. കോയമ്പത്തൂർ ഇപ്പം സമയം ഒരു 5 മണിയായി കാണും. അപ്പം കോയമ്പത്തൂർ വഴി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വൻ ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി മേട്ടുപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമെന്ന്. അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല
നിങ്ങൾക്ക് ഈ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടാണെങ്കിൽ ഭയങ്കര അടിപൊളി എന്തുവാ കാലാവസ്ഥയൊക്കെയാണ്. അങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ചകൾ എന്തുവാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നതാണ് ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഈ ഇതായിരുന്നു നമ്മൾ വന്ന ബസ്സെന്ന് പറയുന്നത്. എന്തായാലും നല്ല അടിപൊളി സെറ്റ് ബസ്സായിരുന്നു. മീൻസ് ആ ഒരു കളർ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഞാനിപ്പം ഇവിടെ ആണെങ്കിൽ ഫുള്ള് മലയുടെ ബഹളമാണ് ഗൈസ്. ആ മല എന്ന് പറയുന്നത് മൊത്തം എന്താണ് മറ്റേ ഊട്ടിയാണ് കാണുന്നത്. ഊട്ടി ഹിൽസ് ആണ്. ഇവിടെ താണ്ട് ഈ മെയിൻ റോഡ്. ഇതായിരുന്നു നമ്മൾ വന്ന ബസ് എന്ന് പറയുന്നത്. പിന്നപ്പം അതാണ്ട് ഈ കടയിൽ നിന്നും കണ്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളങ്ങനെ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അതാണ്ട് ഇവിടെ അശ്വനുണ്ട്, അമലുണ്ട്, ഇതാണ്ട് ദേവദർശനുണ്ട്. അമലിന്റെ കിട്ടിയില്ല. അമലിന്റെ താണ്ട് വന്ന് ഗൈസ്. പിന്നെ ഇതാണ്ട് ശൈർച്ചയുണ്ട് ഇവിടെ. എന്താണ് ദേവദർശൻ എന്താണ് പറയാനുള്ളത് ഗൈസ്? ഇവിടാണെങ്കിൽ എനിക്ക് ഭയങ്കര വിശക്കുന്നു. ഞാനപ്പം പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കട്ടെ. എനിക്കാണെങ്കിൽ ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കിയപ്പം എന്തുവാന്നൊക്കെ വെച്ചാൽ കാണിക്കാം ഗൈസ്. ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ റേറ്റ് കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയിരിക്കുന്നു. ദാറ്റ് ഈസ് എന്തുവാ 33 രൂപയൊക്കെയാണ് ചായക്ക് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. മേ ബി ഊട്ടി അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ റേറ്റ് കൂടുതലായിരിക്കും ഭക്ഷണത്തിനും അല്ലെങ്കിൽ താമസത്തിനും ഒക്കെ. അപ്പം എല്ലാം കൂടെ 90 രൂപ ആയിട്ടുണ്ട്. ഞാൻ ഒരു സെറ്റ് പൂരിയും ഒരു ചായയും കുടിച്ചപ്പോൾ 90 രൂപയായി. അതാണ് അങ്ങനെ. അപ്പം എല്ലാവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അസാമാന്യ തിരക്ക്. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയും അങ്ങോട്ട് എല്ലാവരും ബസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ഞാൻ കഴിച്ചാൽ സീനാകുമെന്ന് എനിക്ക് തോന്നി. വെച്ചാൽ ഭയങ്കര ചുരമെന്നൊക്കെ അറിയുന്നത്. ഇവിടെ ഈ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലോട്ട് കുറച്ച് ദൂരം ഉള്ളെങ്കിലും ചുരം കാണണം കുറേ ലാഗ് വരുമെന്നൊക്കെയാണ് കേട്ടത്. അപ്പം നമ്മളപ്പോൾ ഇനിയിപ്പോൾ നേരെ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി സാധനം ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ മുമ്പിൽ ഇടണമുണ്ട് ഗൈസ്. ഇത് കണ്ടു, ഞാൻ ആദ്യമായിട്ട് ഈ ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജറിൻ്റെ ഈ സംഭവമൊക്കെ കാണുന്നത്. ഇത് മറ്റേ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാറുകൾ ഫുള്ള് ഇലക്ട്രിക് ആക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു ഫാസ്റ്റ് ചാർജർ സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ടു. പിന്നെ ഈ ഒരു കടയായിരുന്നു ഗൈസ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പിന്നെ ഇവിടെ എന്തുവാണെന്നറിയത്തില്ല, നിരത്തി കടകളൊക്കെ ഉണ്ട്, ഭയങ്കര തിരക്കുമുണ്ട്. പിന്നെ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതാണ് ഊട്ടി ഹിൽസ്. അങ്ങോട്ടാണ് നമ്മൾ ചുരം കയറി പോകേണ്ടത്. പിന്നെ ഓരോരുത്തരായിട്ട് ഇപ്പം ബസ്സിനകത്ത് കയറുന്നൊക്കെ ഉണ്ട്. ആ കിടക്കുന്നതാണ് ബസ്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ അല്ലാത്ത തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ബസ്സും കിടപ്പുണ്ട്. കേരളത്തിൽ നിന്നൊക്കെയുള്ള വണ്ടികളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. ഞങ്ങളിവിടെ വന്നതിൻ്റെ ഇത് ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല വെയിലുണ്ടെങ്കിലും ഒരു ഒരു തണുപ്പുണ്ട് ഗൈസ്. അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അവിടെയാണ് ഈ സാറിൻ്റെ വൈഫൊക്കെ നിൽപ്പുണ്ട്. അവിടെ കാര്യം പറയുന്നത്. ഞാനപ്പം ഇവിടെ നിങ്ങൾ ഓരോരോ സംഭവങ്ങൾ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുവാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് താണ്ട് വേറൊരു ബസ്സും വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഓരോരുത്തരൊക്കെ കാര്യം പറയുന്നത്. ഞാനാണെങ്കിൽ ഇവിടെ ഫുൾ ബ്ലോഗിങ്. പിന്നെ അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കുക ഗൈസ്. നീതായില്ലേ ഇവിടെ. ഇപ്പം ആ ഒരു മലയിലോട്ടൊക്കെയാണ് പോകേണ്ടത്. ഇത് ആക്ച്വലി 3 ദിവസത്തെ ട്രിപ്പാണ്. ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് പോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഇതായിരുന്നു ഇത്. അപ്പം 3 ദിവസം ഊട്ടിയിലായിരിക്കും. പിന്നെ അവിടുത്തെ കുറേ IVK വിസിറ്റ് ഒക്കെ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പം നേരെ ബസ്സിനകത്ത് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി
വെറൈറ്റീസൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്കപ്പം നേരെ അപ്പം അവിടെ കാണാം. ഗൈസ്, അമലിനെ നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് അമല്. എന്താണ് അമലെ പറയാനുള്ളത് നിനക്ക്? നല്ല ട്രിപ്പാണിത്. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഗൈസ്, അവിടെ പിന്നെ കുറേ പേരൊക്കെ പുറകെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ അവിടെ കുറേ ദേവദർശനും അശ്വിനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഗൈസ്, ഇവിടുന്നോട്ടുള്ള വ്യൂ ഒക്കെ നോക്ക് നിങ്ങൾ. ആ ഒരു മലയൊക്കെയാണ് നമ്മളിപ്പം കയറാൻ പോകുന്നത്. ഇപ്പം ഇവിടെ ബസ്സിനകത്ത് ഇപ്പം ആരും ഇല്ല. അപ്പം എല്ലാവരും കഴിച്ചിട്ട് വരുന്നതേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും പുറകെ ഇരുന്ന വാള് വെക്കുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ ടാറ്റയ്ക്ക് പരമായിട്ട് ഞാൻ അന്ന് വാളൊന്നും വെക്കത്തില്ല ഗൈസ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ആ ഒരു മലയൊക്കെയാണ് കയറേണ്ടത്. ഞാൻ ചുരം കാണിക്കുമായിരിക്കും ഗൈസ്, കാണിക്കും. ഇപ്പം ഞാൻ അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, ഗായ്സ്, നമ്മൾ കൂനൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിസിറ്റിന് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അത് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ഒക്കെ ഒന്ന് ഞാൻ ഒന്ന് കാണിക്കുന്നതാണ് നിങ്ങളെ. അപ്പോൾ ബാക്കി അപ്പോൾ കാണാം. ഗായ്സ്, ഇതാണ് സംഭവം. IARI റീജിയണൽ റിസർച്ച് സെൻറ്റർ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട കുറേ ചെടികളും മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു പ്രദേശത്ത്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇവിടെ ഒരു നല്ല ചുമന്ന എന്തോ, അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ചുമന്ന പൂവൊക്കെ ഉള്ള ചെടിയും ഇവിടെ നിൽപ്പുണ്ട്. ഇത് കൊള്ളാം. പിന്നെ കുറേ ചെടികളും നിൽപ്പുണ്ട്.
crop is this is the only place in South India where wheat is being grown, and they have released some varieties also. So this is called as IERA regional station. There are 4 regional stations, 8 regional stations in South India. So we will briefly say about our activities. So people, the companies, they are importing the growth from Brazil, Australia, and they are making the value addition. So from this station, this is what. So we have commercialized one variety, and we have developed some more also. That is under testing. ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് വീറ്റാണ്. വീറ്റിൻ്റെ ഓരോ വെറൈറ്റീസിനെ പറ്റി സാറ് പറഞ്ഞതാണ്. അപ്പം ബാക്കി ഇനിയിപ്പോൾ മസ്റ്റാർഡ് കാണാനായിട്ട് എല്ലാവരും മേളിലോട്ട് പോവുകയാണ്. അപ്പം ബാക്കി മസ്റ്റാർഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് വീറ്റ് വെറൈറ്റീസിനെ പറ്റിയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഓരോ പുതിയ വെറൈറ്റീസ് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ ഇത്. പിന്നെ താണ്ടി ഇവിടെ കുറേ ചെടികൾ ഇപ്പോൾ ഉണ്ട്, ഇഷ്ടം പോലെ ചെടികളുണ്ട്. പക്ഷേ ഇതൊന്നും പറിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അതും ഇവിടെ ഈ തണുത്ത പ്രദേശമായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെടികളൊക്കെ വളരുന്നത്. നമ്മുടെ പക്ഷേ കേരളത്തിലൊന്നും ചെടികൾ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ വളരുമെന്ന്. ഇതിപ്പം മെയിൻ സ്ഥലം വെച്ചാൽ ഉണ്ട്, നിങ്ങൾക്കിത് കാണാം. ഇത് കൂനൂരെന്ന് പറഞ്ഞ സ്ഥലമാണ്, ഊട്ടി. അപ്പം ഇതിനൊരു ഇത് എന്ന് പറയുന്നത് നമ്മളൊരു ഫീൽഡ് വിസിറ്റ് വന്നതാണ്. ഇവിടെയും ഒരു ചെടി കാണാം. പിന്നെ ഇതേ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചെടിയായിരുന്നു. ഒന്നും പറിക്കാൻ പറ്റത്തില്ലായിരിക്കും, അല്ലാതെ ഞാൻ പറിച്ചേനെ. Hi guys. പലതരം പൂക്കൾ, പച്ച, അതെ, ഇത് പൂക്കളുടെ മാത്രം. അതെ അതെ. ഗൈസ്, നമ്മൾ ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Guys, we are going to see mustard on the field. Guys, it's a wonderful experience we are experiencing over these Nilgiri hills. Over that 3 hills, the sir told that we are experiencing after 2030 the strobilanthes kundiana will flower. Yes. During 2018 he visited over that 3 hills and it was fully of blue color. Nilgiri was got because of the deposition of bauxite found in this wonderful land of the because of the flowering of ഗൈസ്, ഇതാണ്ട് ഇവിടെ സ്റ്റോറി ഇടാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഞാനാണ് ഇവിടെ വ്ലോഗിങ്. എന്തായാലും ഞാനും അങ്ങോട്ട് പോവാം. ഗൈസ്, ആ ഒരു മലയൊക്കെ കണ്ടു, എന്തൊരു ഭംഗിയല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊരു നല്ലൊരു രാജ്യമാണ് വെച്ചാൽ എന്തുമാത്രം സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് ഇങ്ങനെ ഉള്ളത്. നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്നേ, വെറുതെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതായിട്ട് ഗൈസ് കുറേ ചെടികളും കാണാം ഇടയ്ക്ക്. ഇത് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്താണേലും അവിടെ ചെന്നിട്ട് കാണിക്കാം. എന്താണ്ട് അമലേട്ടനൊക്കെ ഇവിടെ ക്ഷീണിച്ച് പോയി ഗൈസ്, നടന്ന്.
just heading towards mustard field. മസ്റ്റാർഡ് ഫീൽഡ് അങ്ങാന്ന് തോന്നുന്നു ഗൈസ്. അതപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ലാഗായിപ്പോൾ. ഗൈസ് ഫൈനലി നമ്മൾ മസ്റ്റാർഡ് കണ്ടിരിക്കുന്നു. ഇതാണ് മസ്റ്റാർഡ്. ഇതിൻ്റെയൊക്കെ ഒരു ഇലയൊക്കെ കണ്ടു, എന്തൊരു അടിപൊളിയാണ്. ഇതിൻ്റെ പൂവാണ് മെയിൻ. ഇവിടെ ഇപ്പോൾ സാറ് ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇതാണ് മസ്റ്റാർഡ്. Among our imports, after pepper agriculture product imports, and first costing huge our foreign exchange research travel. So if you take number one is in India, I'm telling you the domestic production first. Soybean is the first. Soybean around 33% soybean. Then comes this rapeseed mustard group of iceberg. There are 7 species. You understand the species? So wheat means there are 3-4 diameter parts. Maize, wheat, cotton wheat, summer wheat. So we are dealing with 7 species. Among which major only is Brassica gentiana. That's called Indian mustard. What you are seeing is species Indian mustard. ഗൈസ് നമ്മളപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഇനിയിപ്പം അടുത്ത ഊട്ടിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കുറേ പേര് ഇതാണ്ട് ദേവദർശനൊക്കെ ഇതാണ്ട് ഇന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അവൻ എന്നെ ഇട്ട് വിളിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പം എന്തുവാ അങ്ങോട്ടാണ് ഇപ്പം എല്ലാവരും പോകുന്നത്. ഇനിയിപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നുമില്ല. നമുക്കപ്പം അവിടെ വെച്ച് കാണാം. ഗൈസ് നമ്മളങ്ങനെ ഏതാണ്ട് ബസ്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം എന്തുവാ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഊട്ടിക്കായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിൻ്റെ സൈഡിലൂടെ നമുക്ക് ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകുന്ന വഴിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബസ്സിനടുത്തേക്ക് എത്തിയേക്കാണ്. ഇപ്പം സാർ അവിടെ ഓഫീസിൽ ചെന്ന് അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് സാർ ഇപ്പോൾ വരും. അപ്പോൾ സാറ് വരുന്നതിന് വരെ നമുക്ക് ഈ ബസ്സിൽ വെയിറ്റ് ചെയ്യാം. ഓ ഗൈസ് അതിൻ്റെ പുറകിലായിട്ട് വേറൊരു ബസ് കിടപ്പുണ്ട്. എല്ലാവരും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ വണ്ടിയാണ് മുന്നിൽ കിടക്കുന്നത്. ഇത് പുറകിൽ കിടക്കുന്ന ഈ വണ്ടി ഇപ്പോൾ രണ്ടാമത് ഈ റിസർച്ച് സ്റ്റേഷനിലേക്ക് കാണാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളുടെയാണ്. അവർ വന്നേക്കുന്നത് അളഗപ്പ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഒരു തമിഴ്നാട്ടിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോകെമിസ്ട്രി ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആണ് വന്നേക്കുന്നത്. അവരിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ ഒരുത്തൻ വണ്ടി തെള്ളന്ന് അത് ഇറക്കത്തിന്നോണ്ട് വണ്ടി അങ്ങോട്ട് തെള്ളാൻ ശ്രമിക്കുന്ന അശ്വനന്ദുവിനെയാണ്. അതിന് ലെവല് വേണം. എന്താണ്ട് അശ്വനന്ദുവിനെയാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. Hi guys. Thank you. Tata. അറിയാലോ എല്ലാരെയും കണ്ടല്ലോ. ദേവാ എല്ലാരെയും കണ്ടല്ലോ, കാണിച്ചല്ലോ. ആ ഓക്കെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 12:30 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ പോവാണ്. ഇനിയിപ്പം എന്തോ സിക്സ് പാർക്ക് എന്ന് പറഞ്ഞ എന്തോ പാർക്കിലും ഫുഡ് കഴിച്ചിട്ട് പോകണം. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സമയത്തിന് ശേഷം നമുക്ക് കണ്ട് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി കിട്ടിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ദേവദർശനുണ്ട്, അമലുണ്ട്, ഇവിടെ ശൈർഷ അശ്വിനുണ്ട്. ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ചെറിയ സൈസ്. കേരളത്തിൻ്റെ കൂട്ടല്ലേ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര സ്പെഷ്യലെന്നൊക്കെ ആയിട്ട് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും ഗൈസ്. അപ്പം ഞാൻ അപ്പം നേരെ കഴിക്കട്ടെ. ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം വെറുതെ മലയിലോട്ട് നോക്കിയിരിക്കുകയാണ്. ഇവിടെ 5-6 പേരുണ്ട്.
ചേർച്ചയ്ക്ക് എന്താണ് ഇന്നത്തെ? ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. നമ്മളിവിടെ എല്ലാരും കൂടെ ഇറങ്ങി പല പല ഹോട്ടലിലായിട്ട് കയറി. എല്ലാരും ഞങ്ങളിപ്പോ ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ ബിരിയാണി. ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് 120 രൂപയാണ്. കുഴപ്പമില്ല, നമ്മുടെ കേരളത്തിലേക്കുള്ള പോലെ തന്നെയാണ്. കുറച്ച് നല്ല ബിരിയാണി ആയിരുന്നു. അതെ. അമലിന് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയില്ല, എത്രയും പെട്ടെന്ന് കോളേജിൽ പോയാൽ. അതെ, അമലിന് പെട്ടെന്ന് അവന് കോളേജിൽ പോകണം, പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമുള്ളൊരു വിദ്യാർത്ഥിയാണ്. അതെ അതെ അതെ. ദേവദർശൻ എന്താണ് പറയാനുള്ളത്? ദേവദർശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവദർശൻ പോയി തള്ളി കേൾക്കാതെ പോ പാറ്റി. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഡ്യൂട്ടി എന്താണ് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കി ഞാൻ ചാറ്റിങ്ങിലാണ്. ഓ, അശ്വിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഏറ്റവും ടോപ്പിൽ പോകണം, അത്രേ ഉള്ളൂ. വയസ്സ് ഇത് ഊട്ടിയല്ല കേട്ടോ, ഇത് വേറെ ഏതോ സ്ഥലം കണ്ടാണ്. നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള ഉത്തരയാണ് ഇത്. ഉത്തര എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇവിടെ ഊട്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് വെയിലും ഈ സൈഡ് തണുപ്പും. ഈ സൈഡിൽ നിന്ന് വെയിലിന്റെ ചൂടുണ്ട്, ഈ സൈഡിൽ നിന്ന് കാറ്റിന്റെ തണുപ്പുണ്ട്. അങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്തൊക്കെയോ കാണാം. എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ് ഗൈസ് ഈ വീടൊക്കെ വെച്ചേക്കുന്നത്. പൂട്ടിയിട്ടോണ്ട് ഞങ്ങളിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതെ ഗൈസ്, ബസ് പൂട്ടിയിട്ടു. പള്ളിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ബംഗ്ലാവാണോ? അവിടെ ആണെങ്കിൽ ഫുള്ള് എന്തൊക്കെയോ പുക പോലെയും കാണാം. അത് മഞ്ഞായിരിക്കും മിക്കവാറും. അപ്പം ഇങ്ങനെ ഇപ്പം വെറുതെ അപ്പം അങ്ങോട്ട് നോക്കി ഇരിക്കുകയാണ് ഗൈസ് ഇവിടെ എല്ലാവരും. സോ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തതെന്ന് പറയുന്നത് സിംസ് പാർക്കിൻ്റെ അവിടെ കുറേ വീഡിയോ ആണ്. അതും കൂടെ ഇട്ടാൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലെന്തായിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ജസ്റ്റ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കുറേ വെറൈറ്റി വീഡിയോസ് ഇനിയുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.